ഈ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചാൽ മാത്രം പോരല്ലോ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം കൂടി കിട്ടണം. അത് ഇതുപോലെയുള്ള ഒരു ശക്തമായ മഴയും സാഹചര്യവും കാലാവസ്ഥയൊക്കെ ഈ രീതിയിലാണെങ്കിൽ കുട്ടികൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ലല്ലോ എന്നാണ് പറയുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതെ, അതുകൂടിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് 2 മാസത്തെ അവധി പൂർണ്ണമായി നിർത്തലാക്കും എന്നുള്ളതല്ല. അതേസമയം 2 മാസം ഇങ്ങോട്ടേക്ക് ജൂൺ ജൂലൈയിലേക്ക് ഈ സമയക്രമത്തെ മാറ്റും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് കുട്ടികൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. അതുപോലെ തന്നെ നമ്മുടെ പോലെയുള്ള സാമൂഹ്യ പ്രധാനമായൊരു കുടുംബ സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് കുട്ടികൾ ബന്ധു വീട്ടിൽ പോകുന്നു, അതേപോലെ തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, യാത്രകൾ നടത്തുന്നു എന്ന് തുടങ്ങി അതേപോലെ തന്നെ സ്കൂളിന് പുറത്തുള്ള ഒരുപാട് മറ്റ് സംഗതികൾ, കായിക സംഗതികളിലൊക്കെ കുട്ടികൾ എൻഗേജ് ചെയ്യുന്ന സന്ദർഭവും കൂടിയാണ് ഏപ്രിൽ മെയ് മാസക്കാലം. നമുക്കറിയാം, പുതിയ AI യുഗത്തിൽ ക്ലാസ് റൂമുകൾക്കകത്ത് മാത്രമല്ല പഠനം നടക്കുന്നത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ കുട്ടികൾ ജൂണിൽ സ്കൂൾ തുറന്ന് വരുന്ന സമയത്ത് ധാരാളക്കണക്കിന് കോഴ്സുകൾ IIT അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന വലിയ സ്കൂൾ കണക്റ്റ് പോലുള്ള പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ സമാന്തരമായി കുട്ടികൾ നേടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള അതേപോലെ തന്നെ കലാകായിക ഇതിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ കൂടുതൽ അനുയോജ്യമാവുക ഏപ്രിൽ മെയ് പോലെയുള്ള മഴയില്ലാത്ത സമയമായിരിക്കുമെന്ന് തന്നെയാണ്